So we can start with this problem. Hello? 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 Okay, take down the first problem. A body of weight 100 Newton is placed on a rough horizontal plane and pushed by a force of 45 Newton as shown in figure. And to just cause sliding over the horizontal plane, determine the coefficient of friction in all the three cases. Question എഴുതിയെടുത്താൽ പറയൂ കേട്ടോ. It's finished. Hello? Hello? ഹലോ കഴിഞ്ഞോ? ക്വസ്റ്റൻ എഴുതി കഴിഞ്ഞോ? ഹലോ? 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 ഓക്കെ. സോ ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നെക്സ്റ്റ് അതിന് ശേഷം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. So last class we have discussed about the frictional force. നമുക്കറിയാലേ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടാൻജൻഷ്യൽ ഫോഴ്സ് വിച്ച് ഈസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ടു കോണ്ടാക്ട് സർഫേസസ്, ഓർ യു ക്യാൻ സേ ദാറ്റ് these are the opposing force which causes the relative motion between the two bodies. അല്ലേ, അങ്ങനെയല്ലേ പറയാ? എപ്പോഴും നമ്മൾ പറയുന്ന വേർഡാണ് റിലേറ്റീവ് മോഷൻ. എന്താ റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഒരു സർഫസിന് മേലെ വേറൊരു സർഫസ് മൂവ് ചെയ്യാണ്, അല്ലെ, വിത്ത് റെസ്പെക്ട് ടു അനദർ സർഫസ് ആണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഈ രണ്ട് കോണ്ടാക്ട് സർഫസസിനും ഇടയിൽ ഫോം ചെയ്യുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് എന്ത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് ആൻ ഒപ്പോസിംഗ് ഫോഴ്സ്. അതായത് എന്ത് ചെയ്യാണ്? എപ്പോഴും മോഷൻ ഒപ്പോസ് ചെയ്യുന്നതാണ് ആര് ചെയ്യുന്നത്? ഫ്രിക്ഷൻ ചെയ്യുന്നത്. ഇത്രയും നിങ്ങൾക്കറിയാം. പിന്നെ നമുക്ക് ഫ്രിക്ഷന്റെ ഫോർമുലാസ് നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ലിമിറ്റ് എന്നാണ് എപ്പോഴും സഫിക്സിൽ കാണാം കേട്ടോ. എഫ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? എന്തായിരുന്നു എഫ് ലിമിറ്റ് എന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ മാക്സിമം ഫ്രിക്ഷൻ ആണ്. ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനെ ഓവർകം ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ബോഡി മൂവ് ചെയ്യും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, അതായത് ഒരു ബോഡി എന്ത് ചെയ്യാണ്? ഫസ്റ്റ് നമ്മളൊരു ടേബിളിൽ ഞാൻ മൂവ് ചെയ്യാന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഒരു ടേബിളിൽ ഞാൻ മൂവ് ചെയ്യും.
ചെയ്തിരിക്കുകയാണ്. ആ ടേബിളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇനീഷ്യലി ആ ടേബിൾ മൂവ് ചെയ്യില്ല. അതിന്റെ മീനിങ് എന്താ? അതായത് നമ്മൾ ആ ബോഡീനെ ജസ്റ്റ് മൂവ് ചെയ്യിക്കാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ രണ്ട് കോണ്ടാക്ട് സർഫസിനിടയിൽ ആര് ഫോം ചെയ്യും? അത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഈ ഫ്രിക്ഷണൽ ഫോഴ്സും എന്ത് തന്നെയാണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ബോഡി മൂവ് ചെയ്യില്ല. നമ്മൾ ഒന്നുകൂടി ഫോഴ്സ് കൊടുത്തു, ബോഡി മൂവ് ചെയ്യുന്നില്ല, വീണ്ടും കൊടുത്തു, അങ്ങനെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫോഴ്സ് കൂട്ടി കൂട്ടി കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഒരു ഫോഴ്സ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ മേ ബി എന്ത് ചെയ്യും? ബോഡി മൂവ് ചെയ്യും. അപ്പൊ നമുക്കറിയാം ആ ബോഡി മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരയ്ക്കുള്ള മാക്സിമം ഫ്രിക്ഷൻ ഈസ് നോൺ ആസ് വാട്ട്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനെ ഓവർകം ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ആ ബോഡി മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ബോഡി മൂവ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? ഫ്രിക്ഷൻ പിന്നെ കുറഞ്ഞ് 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 പിന്നെ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുള്ള പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ബോഡി റെസ്റ്റിംഗ് കണ്ടീഷൻ എന്നല്ല നമ്മൾ മീൻ ചെയ്യുന്നത്. അതായത് റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു ബോഡിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ടെൻഡൻസി ടു മൂവ് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഇരിക്കുന്ന ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്നല്ല ശരിക്കും മീനിങ്. അതായത് സ്റ്റാറ്റിക് കണ്ടീഷനിൽ ഒരു ബോഡിക്ക് എന്ത് ടെൻഡൻസി ഉള്ളത്? ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. അപ്പൊ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഞാൻ ഒരു ടേബിളിൽ എനിക്ക് മൂവ് ചെയ്യിക്കണം. ഞാൻ ആദ്യം ഒരു ഫോഴ്സ് കൊടുത്തു, ദ ടേബിൾ വിൽ നോട്ട് മൂവ്. എഗെയിൻ ഐ ആം increasing that force. At that time also the table is not moving. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി ഞാൻ ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂട്ടി 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 കൊടുക്കുകയാണെങ്കിൽ ഫ്രിക്ഷൻ കൂടും. ഇനിയും ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓവർകം ചെയ്യണം. അതായത് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി? ഫ്രിക്ഷൻ കുറഞ്ഞു അല്ലേ? എന്റെ ഫോഴ്സ് അതിലും കൂടുതലാണ്. അപ്പൊ അതിനെ ഓവർകം ചെയ്ത് പിന്നെ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് മാറും. അപ്പൊ ഇതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഇതാണ് എന്ത് പറയുന്നത്? കൈനറ്റിക് ഫ്രിക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്? കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്? വൈ ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ അതും നോക്കി വെക്കുക. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ടാൻജൻഷ്യൽ ഫോഴ്സ് which is developed between the two bodies which are moving to each other എന്നാണ്. അത് റിലേറ്റീവ് മോഷൻ ആണ്. അതായത് ഒരു സർഫസിന്റെ മേലെ വേറൊരു സർഫസ് മൂവ് ചെയ്യാണ്. റിലേറ്റീവ് മോഷൻ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഈ ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമുക്കറിയാം. ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ ഫോർമുല നമ്മൾ പഠിച്ചു. എഫ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ എന്ന് നമ്മൾ പഠിച്ചു. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് പഠിച്ചു. angle of repose എന്താന്ന് പഠിച്ചു. Then cone of friction, what does it mean by cone of friction? So all these topics we have discussed in the last class. Next, moving on to the first problem, a body of weight 100 Newton is placed on a rough horizontal plane. അപ്പൊ എന്ത് ചെയ്യാണ്? ഒരു rough horizontal planeൽ ഒരു ബോഡി ഇരിക്കുകയാണ്. A body is placed on a rough horizontal plane and pushed by a force of 45 Newton. ഇത് എന്ത് കൊടുക്കാണ്? ഞാൻ ഏത് ഫോഴ്സ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത്? P is equal to 45 Newton. That is given in the problem. Then as shown in figure. And just cause sliding over the horizontal plane, determine the coefficient of friction in all the three cases. നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 കേസസിലും മ്യൂവിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നോക്കിയാൽ ഹിയർ വി ഹാവ് എ ബ്ലോക്ക് വിച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ് ആൻഡ് ഹിയർ in all the three cases we have applied the forces in different manner. എല്ലാത്തിനും സെയിം ആയിട്ടാണോ കൊടുക്കുന്നത്? അല്ല. ആദ്യത്തിൽ ഞങ്ങൾക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് നിങ്ങളൊരു ടേബിൾ പുഷ് ചെയ്യാന്ന് വിചാരിച്ചു. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബോഡീനെ വലിക്കുകയാണ്. എന്ത് വെച്ചിട്ടാ? ഒരു റോപ്പായി എന്ത് വേണമെങ്കിലും വിചാരിച്ചോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രോളിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിചാരിക്കാം. അത് നിങ്ങൾ പുള്ളി ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നോക്കിയ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കിന് ഇവിടെ ഒരു ചെറിയൊരു ഹൂക്ക് പോലെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഈ ഹൂക്ക് പിടിച്ച് നമ്മുടെ ഹാൻഡ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക, ഇങ്ങനെയല്ല. പക്ഷെ ബോഡി മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അതാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇനി ഒരാള് ഇതിനെ പിടിച്ച് തള്ളുകയെന്ന് വിചാരിക്കുക. എങ്ങനെയാ? പുഷ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നമ്മൾ ഒരു ട്രോളിയൊക്കെ എടുത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ അതിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അതാണ് വേണമെങ്കിൽ ലാസ്റ്റ് കേസ് എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ 3 ഡിഫറെന്റ് ഡിറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻ ഓൾ ദീസ് 3 കേസസ് വാട്ട് അബൌട്ട് ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? മ്യൂവിന്റെ വാല്യൂ എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഹിയർ വി ഹാവ് ഓൺലി വൺ ഫോർമുല. എന്താ നമുക്കുള്ളത്? എഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഹലോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഹലോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഹലോ, ഹലോ, ഓഡിബിൾ അല്ലേ? ഹലോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. നമുക്ക് ഫസ്റ്റ് കേസ് 1. ഫസ്റ്റ് യു ക്യാൻ കൺസിഡർ ദ കേസ് 1. ഹിയർ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ദ ബോഡി ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ബോഡി വെച്ചിരിക്കുകയാണ്. പി എന്നുള്ളൊരു ഫോഴ്സ് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മ്യൂവിന്റെ വാല്യൂ എന്ന് നമുക്ക് അറിയണം, വേണ്ടേ? അപ്പൊ അതിനറിയാനായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? യു ക്യാൻ ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. എന്തൊക്കെ വരും ഫ്രീ ബോഡി ഡയഗ്രത്തിൽ? ഒന്ന്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അല്ലെ, പി ഈസ് ദി അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, ദ വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് ഈസ് ഗിവൺ. ഹൗ മച്ച്? ദാറ്റ് ഈസ് 100 ന്യൂട്ടൺ. ദ വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് ഈസ് വോട്ട്? ദാറ്റ് ഈസ് 100 ന്യൂട്ടൺ. അപ്പൊ 100 ന്യൂട്ടൺ എന്തുണ്ട്? ബോഡിയുടെ വെയിറ്റ് ഉണ്ട്. നമുക്കറിയാം ഈ രണ്ട് ബോഡികൾ തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്റ്റീവ് ഫോഴ്സ് ആണ് എന്ത്? നോർമൽ റിയാക്ഷൻ NR എന്നാണ് ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങൾ N എന്ന് കൊടുത്താൽ മതി. ഇനി ഒരു ബോഡി വേറൊരു ബോഡിയുടെ മേലെ മൂവ് ചെയ്യാണ്, റിലേറ്റീവ് മോഷൻ ആണ്. അപ്പൊ അവിടെ എന്ത് വരും? ഫ്രിക്ഷണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓർ മാക്സിമം ഫ്രിക്ഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. FM ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് മാക്സിമം ഫ്രിക്ഷൻ ഓർ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മാക്സിമം ഫ്രിക്ഷൻ പറയുന്ന പേരല്ലേ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ഇത്രയും കിട്ടി. ദിസ് ഇസ് ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ ബോഡി അല്ലേ? ഇനി എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്തൂടെ? എന്താ നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ? ഐദർ സിഗ്മ FX ഈക്വൽ ടു 0 ഓർ യു ക്യാൻ റൈറ്റ് സിഗ്മ FY ഈക്വൽ ടു 0. സിഗ്മ FX ഈക്വൽ ടു 0 or you can write sigma H is equal to 0. Both you can write. രണ്ടും നിങ്ങൾക്ക് എഴുതാം. ഏതൊക്കെ കുട്ടികൾ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ്? വൺ ഈസ് P ടുവേർഡ്സ് റൈറ്റ് ആണ്. സോ പിയുടെ വാല്യൂ P മൈനസ് FM എവിടേക്കാണ് വരുന്നത്? ലെഫ്റ്റിലോട്ടാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് റൈറ്റ് പോസിറ്റീവ് ലെഫ്റ്റ് നെഗറ്റീവ് അങ്ങനെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോൺസെപ്റ്റ് എന്താ? നമുക്ക് നിങ്ങൾ പി റൈറ്റിലോട്ടുള്ള ഫോഴ്സ് പോസിറ്റീവ് ആണ് എടുക്കുന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്താ എടുക്കണം? നെഗറ്റീവ് എടുക്കണം. ഓർ ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് ടുവേർഡ്സ് പോസിറ്റീവ് ഡിറക്ഷൻ പോസിറ്റീവ്, അതായത് ടുവേർഡ്സ് പോസിറ്റീവ് ഡിറക്ഷനിൽ, അതായത് ടുവേർഡ്സ് റൈറ്റിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നെഗറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതർ ഡിറക്ഷൻ എന്തായിട്ട് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇതന്നെ നിങ്ങൾ എടുക്കണം അങ്ങനെ ഇല്ല. അത് നമ്മുടെ അസംഷൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുക്കുമ്പോൾ തന്നെ വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ഫോഴ്സസ് വിച്ച് ആർ ആക്ടിങ് ടുവേർഡ്സ് റൈറ്റ് ഡിറക്ഷൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പൊ നമ്മുടെ അസംഷൻ ആണത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ് നമ്മൾ സാധാരണ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. സപ്പോസ് നിങ്ങൾക്ക് ആന്റി ക്ലോക്ക് വൈസ് ആണ് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുക? ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അപ്പൊ അത്രയ്ക്കും നമ്മൾ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് എന്താ? P മൈനസ് FM ഇസ് ഈക്വൽ ടു 0. അത് ഞാൻ എഴുതി. ഇനി പിയുടെ വാല്യൂ എനിക്കറിയാം 45 ന്യൂട്ടൺ ആണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സോ 45 മൈനസ് മ്യൂ ഇൻറ്റു NR. നമുക്കറിയാലോ മ്യൂ ഇൻറ്റു N. FM ഇക്വേഷൻ എന്താ? FM ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു N. ഇതല്ലേ എന്റെ ഇക്വേഷൻ. അപ്പൊ ഞാൻ എന്ത് കൊടുക്കാം? മ്യൂ ഇൻറ്റു N ഈക്വൽ ടു 0. അതെന്റെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഇനി ഞാൻ എടുത്തു കൊടുക്കുകയാണ് സിഗ്മ FI ഇസ് ഈക്വൽ ടു 0 ഓർ സിഗ്മ V ഈക്വൽ ടു 0 അല്ലെ? സിഗ്മ FI ഈക്വൽ ടു 0 ഓർ സിഗ്മ V ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? N അപ്വേർഡ് ആണല്ലേ? എന്ത് വരും? N അപ്വേർഡ് മൈനസ് 100 ഈസ് ഈക്വൽ ടു 0. Therefore N ഈസ് ഈക്വൽ ടു 100. പെന്നിന്റെ വാല്യൂ കിട്ടിയില്ലേ? അത് എവിടെ കൊടുക്കാം? നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താ? 45 മൈനസ് മ്യൂ ഇൻറ്റു NR പകരം NR ഓർ N ഏത് ലെറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നോർമൽ റിയാക്ഷൻ ആണ്. ഇൻറ്റു 100 ഈക്വൽ ടു 0. Therefore മ്യൂ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എത്ര കിട്ടും? 0.45 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്? ഹലോ, എന്റെ ഒപ്പം തന്നെ കൂടെ തന്നെ ചെയ്യണം കേട്ടോ. ഹലോ, ഓക്കെ, അതെന്റെ കൂടെ തന്നെ എഴുതി.
കൂടെ തന്നെ എഴുതിക്കോളൂ. കഴിഞ്ഞു കഴിഞ്ഞാൽ പറയൂ. ഒന്ന് കേസ് 2 നോക്കാം. ഓക്കെ, നൗ കേസ് 2. കേസ് 2 എന്താ നോക്കി കുട്ടികളെ. കേസ് 2 ഞാൻ ചെയ്തു തരാം. കേസ് 3 നിങ്ങൾ ഇത് ഹോംവർക്ക് ചെയ്യണം കേട്ടോ. കേസ് 2 നമുക്ക് എന്താ തന്നിരിക്കുന്നത്? അപ്പോൾ ദ സെയിം ബ്ലോക്ക് ഇറ്റ്സ് പുൾഡ് ബൈ എ ഫോഴ്സ് പി എന്നുള്ള 45 ന്യൂട്ടൺ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക? പുള്ളിയാണ് ചെയ്യുന്നത്, വലിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് സം ഇൻക്ലിനേഷൻ അല്ലെ, ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് നമ്മൾ വലിക്കുന്നത്. ഓക്കെ, അത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 25 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ അതിനെ പുൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മ്യൂവിന്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. One minute. ഓക്കെ, ഈ വൈറ്റ് ബോർഡ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇൻ സെക്കൻഡ് കേസ് എന്താ? സെക്കൻഡ് കേസ് കംപ്ലീറ്റ് ചെയ്തു തരാം. ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടെ ചെയ്തു തരാം. സെക്കൻഡ് കേസ് എന്തായിരുന്നു കുട്ടികളെ? നമുക്ക് കേസ് 2. Case 2. Here, a horizontal block of weight 45, it's 100 Newton. This is 45 Newton. P യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. At an angle of what? That is 25 degree. It's not 300. It is 25 degree. അതല്ലേ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്? 25 degree. ഇത്രയും ബ്ലോക്കിന്റെ വെയിറ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 100 ന്യൂട്ടൺ. ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമുക്ക് അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. എങ്ങനെയാ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത്? ഫസ്റ്റ് ഞാനൊരു ബ്ലോക്ക് വരച്ചു. ഓക്കെ, ബ്ലോക്ക് വരച്ചു. നെക്സ്റ്റ് ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയാ അറിയാം? 100 ന്യൂട്ടൺ ആണ് വെയിറ്റ്. ഓക്കെ, 100 ന്യൂട്ടൺ ഫൈൻ. നെക്സ്റ്റ് ഇവിടെ രണ്ട് കോണ്ടാക്ട് സർഫസ് ഉണ്ട്. അപ്പൊ എന്ത് വരും? ഒരു നോർമൽ റിയാക്ഷൻ വരും. റിയാക്റ്റീവ് ഫോഴ്സ് വിൽ എക്സിസ്റ്റ്, ദാറ്റ് ഈസ് നോർമൽ റിയാക്ഷൻ. ആൻഡ് ഇവിടെ നമുക്ക് പി എന്നുള്ള ഫോഴ്സ്, ഇൻക്ലൈൻഡ് ഫോഴ്സ്, ഞാൻ അതിനെ റിസോൾവ് ചെയ്യട്ടെ. അപ്പൊ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ദാറ്റ് ഈസ് യു ക്യാൻ റിസോൾവ് ദിസ് ഇൻടു 2. ദാറ്റ് ഈസ് വൺ ഈസ് എന്ത് വരും? പി കോസ് 25 ഡിഗ്രി. ദെൻ വെർട്ടിക്കൽ ആയിട്ട് എന്ത് വരും? ദാറ്റ് ഈസ് പി, അതായത് പി സൈൻ 25 ഡിഗ്രി. ഓക്കെ ഫൈൻ, 25 ഡിഗ്രി. ഇനി നമുക്ക് എന്തുണ്ട്? ദ ബോഡി ഹാസ് എ ടെൻഡൻസി ടു മൂവ്. ബോഡിയുടെ ടെൻഡൻസി എന്താ? ടുവേർഡ്സ് റൈറ്റ് ആണ്. ഞാൻ അങ്ങോട്ടേക്കല്ലേ വലിക്കുന്നത്, അപ്പൊ ഇങ്ങോട്ടേക്കല്ലേ ഡയറക്ഷൻ ഓഫ് മോഷൻ. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഇഫ് യു വാണ്ട് യു ക്യാൻ മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. direction of motion direction of motion
സോ ദാറ്റ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഞാനത് ഇപ്പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ദാറ്റ് ഈസ് മാക്സിമം ഫ്രിക്ഷൻ ഓർ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എനിക്ക് കിട്ടി. അപ്പൊ ഇത്രയാണ് എനിക്ക് വേണ്ടത്. ഇതാണ് ദിസ് ഇസ് ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് മൈ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദിസ് റെക്ടാംഗുലർ ബ്ലോക്ക്. ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ചിലവർ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ മാർക്ക് ചെയ്യും, അതും കറക്റ്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ അപ്പുറത്തേക്ക് മാർക്ക് ചെയ്താലും കറക്റ്റ് തന്നെയല്ലേ, ഞാൻ അവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ തെറ്റാതിരിക്കാൻ താഴെ തന്നെ മാർക്ക് ചെയ്ത് തരാം. ഇനി എന്തുണ്ട്, ഈ സർഫസിൽ ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഫോഴ്സ്, മാക്സിമം ഫ്രിക്ഷൻ ഉണ്ട്. നൗ വി ക്യാൻ അപ്ലൈ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യും. എന്താ ചെയ്യുക, അപ്ലൈ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്ത് വരും, നമ്മുടെ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 അല്ലെ. ദാറ്റ് ഈസ് algebraic sum of the forces in x direction is equal to 0. ഏതൊക്കെയാണ് നമ്മുടെ എക്സ് ഡയറക്ഷനുള്ള ഫോഴ്സുകൾ? ഏതാ? വൺ ഈസ് പി കോസ് 25. സോ പി കോസ്, ദാറ്റ് ഈസ് പി കോസ് 25 ഡിഗ്രി. ദെൻ എന്താ ലെഫ്റ്റിലോട്ട് എന്താ ഉള്ളത്, എഫ് എം ഉണ്ടല്ലേ, എഫ് മാക്സിമം ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു 0. ഇനി എനിക്കറിയാം എന്താണ്, പി കോസ് 25 ഡിഗ്രി മൈനസ് എഫ് എമ്മിന് പറയുമ്പോൾ എനിക്ക് എന്ത് കൊടുക്കാം, മ്യൂ ഇൻറ്റു എൻ. എനിക്കറിയാലേ എഫ് എമ്മിന്റെ ഇക്വേഷൻ എന്താ, മ്യൂ ഇൻറ്റു എൻ ഈക്വൽ ടു 0 ആണ്. സോ ലെറ്റ് ഇറ്റ് ബി യുവർ ഫസ്റ്റ് ഇക്വേഷൻ. അതവിടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നിൽക്കട്ടെ. അതിന് മുൻപ് ഒരു കാര്യം കൊടുക്കാനുണ്ട്, ഞാനത് വിട്ടുപോയി. നമുക്കറിയാം എന്ത്, പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ പിയുടെ വാല്യൂ? 45 ആണ്. സോ ഞാനത് മാറ്റുകയാണ്. ദാറ്റ് ഈസ് 45 ഇൻറ്റു കോസ് 25 ഡിഗ്രി, 45 ഇൻറ്റു കോസ് 25 ഡിഗ്രി ഇൻറ്റു മ്യൂ ഇൻറ്റു എൻ ഈക്വൽ ടു 0. From this I can write, so let it be your first equation. എത്രയും കുട്ടികൾ 45 ഇൻറ്റു കോസ് 25 ഡിഗ്രി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞ്. 45 ഇൻറ്റു കോസ് 25 ഡിഗ്രി, 45 ഇൻറ്റു കോസ് 25 ഡിഗ്രി. ആൻസർ പറയൂ, 45 ഇൻറ്റു കോസ് 25 ഡിഗ്രി. Forty-five into cos 25 degree. 45 into cos 25 degree, how much? 45 into cos 25 degree. It's 40.78. That is the correct answer. 40.78 അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 40.78 ആൻസർ നിങ്ങൾ വേണം കേട്ടോ പറയാനായിട്ട്. ഞാൻ ഇവിടെ ചെയ്യുള്ളൂ. 40.78 മൈനസ് മ്യൂ into n equal to 0. Let it be your first equation. Now we can go for the second condition. എന്താ നമ്മുടെ second condition? Sigma fy equal to 0. Or you can write sigma v equal to 0, which implies ഏതൊക്കെയാണ് നമ്മളുടെ vertical forces? ഒന്ന് p sin 25 upward ഉണ്ട്, n upward ആണ്, 100 താഴേക്കാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, p sin 25 ഡിഗ്രി, p sin 25 ഡിഗ്രി പ്ലസ് n മൈനസ് 100 ഈസ് ഈക്വൽ ടു 0. പിയുടെ വാല്യൂ എന്താ, 45 ആണ്. 45 ഇൻറ്റു sin 25 then plus n minus 100 is equal to 0. 45 into sin 25 എത്ര, how much? 45 into sin 25. 25 is equal to how much? That is 19.02, correct. 19.02 plus n minus 100 is equal to 0. Therefore 100 is, ഇത് simplify ചെയ്തേ, 19.02 minus 100. എത്ര ആൻസർ പറയൂ, ആൻസർ പറയൂ എത്രയാണോ, നിങ്ങൾ തന്നെ ആൻസർ പറയൂ. 100 മൈനസ് 19.02. ആൻസർ പറയൂ, ലേറ്റ് ആക്കല്ലേ. It's 80.98. Correct. 80.98 minus plus n equal to 0. Therefore, n is equal to
80.98 ന്യൂട്ടൺ ഇതാണ് കിട്ടിയത്. ഇപ്പൊ നോർമൽ റിയാക്ഷൻ എനിക്ക് എത്ര കിട്ടി? 80.98 എന്ന് കിട്ടി. ഇത് ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ പോരെ? അപ്പൊ എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് n ഇൻ ഫസ്റ്റ് ഇക്വേഷൻ. therefore ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരിക്കും നമ്മുടെ? ദാറ്റ് ഈസ് 40.78 minus mu into 80.98 is equal to 0. അപ്പൊ നമുക്ക് മ്യൂന്റെ വാല്യൂ കിട്ടുമല്ലോ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് വരും? 40.78 ഈസ് ഈക്വൽ ടു, അതിനപ്പുറത്തേക്ക് എടുക്കുമല്ലോ, മ്യൂ ഇൻറ്റു 80.98. therefore mu is equal to 40.78 divided by 80.98. how much ഒന്ന് പറഞ്ഞേ, ആൻസർ പറഞ്ഞേ എത്രയാണ്? 40.78 divided by 80.98. 80.98. How much? Mu is equal to, therefore mu is equal to, answer, mu is equal to, answer പറയൂ. mu is equal to ആൻസർ പറയൂ കുട്ടികളെ. അൺമ്യൂട്ട് ചെയ്തായിട്ട് പറഞ്ഞാലും മതി, ചാറ്റ് ബോക്സിൽ ഇടുന്നില്ല. ആൻസർ പറയൂ. mu is equal to, answer. ഹലോ, ആൻസർ ഇത്ര കുട്ടികൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, mu is equal to 0.503. that is the correct answer. mu is equal to 0.503 അല്ലേ? 0.5 is enough. അത്ര എഴുതിയാൽ മതി. നോക്കിയേ, ഇതിന്റെ ആൻസർ നോക്കി. അപ്പൊ മ്യൂന്റെ വാല്യൂ എന്തായിരിക്കും? എപ്പോഴും ഓൾവേസ് ലെസ് ദാൻ 1 ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ക്വസ്റ്റൻ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? സോ ഹിയർ വി ഹാവ് എ റെക്ടാംഗുലർ ബ്ലോക്ക് which is placed on a horizontal surface and it is pulled by a force of 45 Newton at an angle 25 degree. Your question is to find out what that is coefficient of friction between the surfaces. സർഫേസ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? എന്താ നമുക്ക് വേണ്ടേ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? സോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോ വി ക്യാൻ അപ്ലൈ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വൺ ബൈ വൺ. സോ ഹിയർ ഓൾ ദ ഫോഴ്സസ് ആർ പാസിംഗ് ത്രൂ ദ സെയിം പോയിന്റ്. എല്ലാ ഫോഴ്സും സെയിം പോയിന്റിൽ കൂടെ ആയതുകൊണ്ട് we can use only two principles. So two equations ഏതൊക്കെയാ? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദ ആൻസർ ഓഫ് വാട്ട്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ mu as 0.5. ക്ലിയർ ആയോ? ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ഹലോ, ക്ലിയർ ആയോ കുട്ടികളെ? ഹലോ, ഇറ്റ്സ് ക്ലിയർ? ഹലോ, ഇറ്റ്സ് ക്ലിയർ? നെക്സ്റ്റ് തേർഡ് കേസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. തേർഡ് കേസ് ഹോംവർക്ക് ആയിട്ട് തനിയെ ചെയ്തു നോക്കും. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ഞാൻ കയറാണ് കേട്ടോ. നെക്സ്റ്റ് കുറച്ച് പ്രോബ്ലം കൂടെ ഉണ്ട് സിമ്പിൾ ഫ്രിക്ഷനിൽ. അപ്പൊ അത് ഞാൻ ഫുള്ളും ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫുള്ളും ചെയ്യിപ്പിക്കാം.
ഇത് ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ്. നിങ്ങൾക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം? മ്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ സെയിം ചെയ്ത പ്രോബ്ലം തന്നെയാണ്. പിക്ക് പകരം ഇവിടെ 16 ന്യൂട്ടൺ ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ അതിൽ തേർഡ് കേസും ഈ ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ ബോഡി ഓഫ് വെയിറ്റ് 200 ന്യൂട്ടൺ. A body of weight 200 Newton is placed on a rough horizontal plane. If the coefficient of friction between the body and the plane and the horizontal plane is 0.3, determine the horizontal force required to just slide the body in the plane. You can write the question. A body of weight 200 Newton is placed on a rough horizontal plane if the coefficient of friction between the body and the horizontal plane is 0.3. So here the coefficient of friction mu is given. Determine the horizontal force required to just slide the body on the plane. എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? നമുക്കൊരു ബോഡിയുടെ വെയിറ്റ് തന്നിട്ടുണ്ട് 200 ന്യൂട്ടൺ. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ വെയർ? ദാറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. നെക്സ്റ്റ് the coefficient of friction between the two surfaces is given. How much? That is 0.3. So your question is to what? That is what force you have to give for what? To move or slide the body on the horizontal plane. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഈ ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ഫോഴ്സ് പി കൊടുക്കണം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഹലോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഹലോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ കുട്ടികളെ? ക്വസ്റ്റ്യൻ എഴുതി എടുത്തിട്ട് എന്നോട് പറയൂ. ഹലോ, കഴിഞ്ഞ കുട്ടികളെ എഴുതി? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു? ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ്റെ കൂടെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഞാൻ ചോദിക്കുമ്പോൾ ആൻസർ പറഞ്ഞ ഉപകാരമായിരുന്നു. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? എ ബ്ലോക്ക് വിച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ എ, ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? എ ബ്ലോക്ക് വിച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. എന്താ നമ്മൾ ചെയ്യണേ? ഈ ബോഡീനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കണം, അതല്ലേ? ഏത് ഫോഴ്സ് കൊടുത്തിട്ടാണ്? പി ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ബോഡിയുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. എത്രയത്? ദാറ്റ് ഇസ് 200 ന്യൂട്ടൺ. അത് നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് മ്യൂ ഈസ് ഓൾസോ ഗിവൺ. എത്രയാ? 0.3 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഈ പിയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കണം. ഈ റൈറ്റ് ഡിറക്ഷനിൽ ജസ്റ്റ് ഞാൻ ഇതിനെ സ്ലൈഡ് ചെയ്യണമെങ്കിൽ ഇതാണ് ഡിറക്ഷൻ ഓഫ് മോഷൻ അല്ലെ? ഇതിനെ ഞാൻ ജസ്റ്റ് സ്ലൈഡ് ചെയ്യണമെങ്കിൽ ഞാൻ എത്ര ഫോഴ്സ് കൊടുക്കണം? വാട്ട് ഫോഴ്സ് ഐ ഹാവ് ടു അപ്ലൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഫോഴ്സ് ആണ് ഞാൻ അവിടെ കൊടുക്കണ്ടേ? ഹൗ മച്ച്? വാട്ട് അബൌട്ട് ദി എമൗണ്ട് ഓഫ് ദാറ്റ് ഫോഴ്സ്? പിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? യു ക്യാൻ ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ എങ്ങനെ വരയ്ക്കും? So first identify the body. Okay, I have identified the body. Next you can show all the forces, all the active and reactive forces, that is 200 Newton. Okay, fine. Then another one, the force P. And namakku ariyale, when two surfaces are in contact, there will be
a reactive force will exist. That is normal reaction n. Fine. Next നമുക്ക് എന്തുണ്ട്? ഈ രണ്ട് സർഫസിനിടയ്ക്ക് ആര് വരും? ഇതല്ലേ ഡയറക്ഷൻ ഓഫ് മോഷൻ ടുവേർഡ്സ് റൈറ്റ്. മറ്റേ ലെഫ്റ്റിലേക്ക് ആര് വരും? മാക്സിമം ഫ്രിക്ഷൻ എഫ് എം വരും അല്ലേ? അപ്പൊ നമുക്കറിയാം ഫോഴ്സിന് സാധാരണ നമ്മൾ ഫ്രിക്ഷൻ ആണ് ഇവിടെ എഫ് എന്ന് കൊടുക്കുന്നത്. ഫോഴ്സിന് പി എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തെറ്റിക്കരുത് കേട്ടോ, കൺഫ്യൂസ് ആവരുത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് പി എന്ന് പറയുന്നത്. അപ്പൊ ഈ പിയുടെ വാല്യൂ അല്ലേ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കാലോ. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? യു ക്യാൻ അപ്ലൈ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ദാറ്റ് ഈസ് apply equilibrium equations or equilibrium conditions. Sigma fx equal to 0. Sigma fx is equal to 0. അല്ലെ? സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ 0 കൊടുക്കണം. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് വരും? പി മൈനസ് എഫ് എം ഈസ് ഈക്വൽ ടു 0. വേറെ ഒന്നുമില്ല, നമുക്ക് പിയുടെ വാല്യൂ അറിയില്ല. സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് ആസ് സച്ച്. ദെൻ എഫ് എം മാക്സിമം ഫ്രിക്ഷൻ ഓർ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ഫോർമുല mu into n equal to 0. That is p minus the value of mu is given, that is 0.3 into n is equal to 0. So here n and p are unknowns. p യുടെ വാല്യൂ നമുക്കറിയോ? ഇല്ല. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. n ന്റെ വാല്യൂ നമുക്കറിയോ? ഇല്ല. അത് നമ്മൾക്കറിയില്ല. So let it be your first equation. Now you can go for the second condition. And that the second condition, sigma fy equal to 0. Summation of the algebraic summation of the forces in y direction is equal to 0. അല്ലേ? അപ്പൊ ഏതാ y direction ഫോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക്? We have n and weight of the force. That is n is acting upward direction, minus weight is 200 Newton, n minus 200 is equal to 0. Therefore n is equal to 200 Newton. 200 Newton. So that is the answer. അപ്പൊ എന്നിന്റെ വാല്യൂ എനിക്ക് കിട്ടി. ഇനി എന്നെ ഞാൻ എവിടെ കൊടുത്താൽ മതി? ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് പിയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട്. എളുപ്പമാണ് ചെയ്യാനായിട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഓഫ് n in equation 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Therefore equation 1 becomes, equation 1 എന്തായിരിക്കും? Equation 1 becomes, that is p minus 0.3 into, instead of n you can substitute 200, is equal to 0. Therefore p is equal to how much? എന്ത് വരും? p minus 0.3 into 200, how much? 60 equal to 0. Therefore p is equal to 60 Newton. So this is your answer. അപ്പൊ p 60 ന്യൂട്ടൺ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ബോഡി മൂവ് ചെയ്യും. മനസ്സിലായ? p 60 ന്യൂട്ടൺ കൊടുക്കും. ശരിക്കും പി 60 ന്യൂട്ടൺ അല്ല, പി മൈനസ് 0.3 n ഈക്വൾ ടു 0 എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. പിയുടെ വാല്യൂ 60 എങ്കിലും വേണം. പക്ഷെ 60യും ഫ്രിക്ഷൻ ഫോഴ്സ് സെയിം ആണ് ഇപ്പോൾ. അപ്പൊ പി 60കളും കുറച്ചും കൂടെ കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോഡി സ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻസർ കിട്ടിയോ? പിയുടെ വാല്യൂ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? പിയുടെ വാല്യൂ കുറച്ചും കൂടെ 60യേക്കാളും കൂടുതൽ കൊടുക്കണം. മിനിമം 60 ആണ്. കൂടുതൽ കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ബോഡി മൂവ് ചെയ്യുള്ളൂ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ കുട്ടികളെ? കിട്ടിയോ ആൻസർ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഹലോ, ഓക്കെ, എഴുതി കഴിഞ്ഞു എല്ലാവരുടെ? ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. പി ഈക്വൽ ടു 16. പി 60 ന്യൂട്ടൺ വേണം. പി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഫോഴ്സ് പി ഈക്വൽ ടു 60 ന്യൂട്ടൺ ആണ്. പക്ഷെ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് 16 ന്യൂട്ടൺ ആണ്. അപ്പൊ പി 16, ഫ്രിക്ഷണൽ ഫോഴ്സ് 60 ആണെങ്കിൽ എന്തായിരിക്കും? രണ്ടും ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ്, മൂവ് ചെയ്യില്ല. അപ്പൊ ആൻസർ പറയുമ്പോൾ ശരിക്കും എങ്ങനെ പറയണം? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും രണ്ടും 60 ആണ്. അങ്ങനെയാണെങ്കിൽ ബോഡി മൂവ് ചെയ്യോ? ഇല്ല, ചെയ്യാൻ. ജസ്റ്റ് സ്ലൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ പിയുടെ വാല്യൂ 60യേക്കാളും കുറച്ച് കൂടുതൽ വേണം. ഇതിപ്പോ നോക്കി രണ്ട് ഈക്വൽ ആണ്. പി എന്ത് വേണം? 60, എഫ് എമ്മിനേക്കാളും കൂടുതലാണെങ്കിൽ മാത്രമേ ബോഡി മൂവ് ചെയ്യുള്ളൂ. അപ്പൊ മിനിമം നമുക്ക് 60 ആണ്. വേണമെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ 60യേക്കാളും എബവ് വേണം എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യണമെങ്കിൽ കേട്ടോ.
ഈ പ്രോബ്ലം നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം ഇല്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ അതുപോലത്തെ പ്രോബ്ലം തന്നെയാണ്. ഇതൊക്കെ ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. ഇതാണ് ഇനി ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് നോക്കിയേ. കാണുന്നുണ്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ? എ പുൾ ഓഫ് 20 ന്യൂട്ടൺ ഇൻക്ലൈൻ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ പുൾ ഓഫ് 20 ന്യൂട്ടൺ ഇൻക്ലൈൻ at 25 degree to the horizontal plane is required just to move a body placed on a rough horizontal plane. But the push required to move the body is 25 Newton. If the push is inclined at 25 degree to the horizontal, find the weight of the body and coefficient of friction. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എഴുതും കേട്ടോ. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞ് എന്നോട് പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ പറയൂ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് പറയൂ കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നതെന്ന് അറിയും. എളുപ്പമാണ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചെയ്യാം. എന്താ തന്നിരിക്കുന്നത്? ഒരു ബോഡി തന്നിട്ടുണ്ട്. ഒരു ബോഡി വിച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ എ റഫ് പ്ലെയിൻ. ഓക്കെ ഫൈൻ. ഈ ബോഡീനെ എനിക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് വേണം? 20 ന്യൂട്ടൺ ഞാൻ ഒരു പുഷിംഗ് ഫോഴ്സ് കൊടുത്തു. പുള്ളിംഗ് ഫോഴ്സ് വലിക്കുകയല്ലേ ചെയ്യുന്നത്, പുള്ളിംഗ് ആണ്. അറ്റ് ആൻ ആംഗിൾ ഓഫ് 25 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. ക്ലിയർ ആയോ? ഇതാണ് കേസ് 1. ദിസ് ഇസ് ദ കേസ് 1. കേസ് 1. ഇൻ സെക്കൻഡ് കേസ് ദ സെയിം ബോഡി, ഇതേ സെയിം ബോഡി ഞാൻ പുഷ് ചെയ്യാണ്. ഇതിന് ഞാനിപ്പോ നേരത്തെ പുള്ളാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്ത് ചെയ്യാണ്? ഞാൻ പുഷ് ചെയ്യാണ്. എത്ര ആംഗിളിൽ? സെയിം 25 ഡിഗ്രി ആംഗിൾ ഞാൻ പുഷ് ചെയ്യാണ്. പക്ഷെ എനിക്ക് വേണ്ട പുഷിംഗ് ഫോഴ്സ് 25 ന്യൂട്ടൺ വേണ്ടി വന്നു അതിനെ പുഷ് ചെയ്യാനായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഒരു ബോഡിയിൽ പുഷ് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടത്. പുള്ള് ചെയ്യാൻ എളുപ്പമല്ലേ, വലിക്കാൻ എളുപ്പമല്ലേ? നിങ്ങൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ കോളേജിന്റെ ഈ റോഡ്, ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള റോഡ് നോക്കിയാൽ മതി. എങ്ങനെയായിരുന്നു? അത് സ്ലോപ്പ് ആണല്ലേ, നല്ല സ്ലോപ്പാണ്. കയറാനും നമുക്ക് ബുദ്ധിമുട്ട്, ഇറങ്ങാൻ നമുക്ക് എന്താ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഒരു ബൈക്കിൽ, നിങ്ങൾ രണ്ടുപേര് ഡബിൾ വെച്ച് പോവാണ്. ബൈക്കിൽ നിങ്ങൾ പോവാണ്, ഒരു സൈക്കിൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൽ മൂവ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ മുകളിലേക്ക് പോവാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. കയറാൻ നമുക്ക് കുറെ കൂടുതൽ എഫേർട്ട് കൊടുക്കണം, നമ്മൾ കൂടുതൽ ഫോഴ്സ് നമ്മൾ എടുക്കണം. പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴെന്താ? സെയിം വെഹിക്കിളാണ്, സെയിം വെയിറ്റ് ഉള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമുക്ക് എന്ത് വേണ്ട? അധികം ഫോഴ്സ് കൊടുക്കണ്ട. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ബോഡിനെ പുള്ള് ചെയ്യാനായിരിക്കും നമുക്ക് എളുപ്പം. പുഷിങ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോർ ദാറ്റ് വി ഹാവ് ടു ഗിവ് മോർ എഫേർട്ട്, ഒരുപാട് എഫേർട്ട് കൊടുക്കണം. അപ്പൊ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 20 ന്യൂട്ടൺ വെച്ച് പുള്ളിയാണ് അറ്റ് an angle of 25 degree. In second case, the same body is pushed with a force of 25 Newton at an angle of 25 degree. ഇനി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണെന്നറിയോ? ബോഡിയുടെ വെയിറ്റ് എത്രയാണ്, ഡബ്ല്യുവിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഡബ്ല്യുയുടെ വാല്യൂ മാത്രം പോരാ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം, മ്യൂവിന്റെ വാല്യൂയും കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഹൗ മച്ച് ആൻഡ് മ്യൂ ഈസ് ഈക്വൽ ടു വാട്ട്? ഇതാണ് ആൻസർ. സോറി, ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? ഹലോ, ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ കുട്ടികളെ? ഹലോ, ഹലോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ,
അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് കേസ് എന്തായിരുന്നു? എ ബോഡി ഈസ് പുള്ളിങ് വിത്ത് എ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺ അറ്റ് ആൻ ആംഗിൾ ഓഫ് 25 ഡിഗ്രി. അത് വെച്ച് ഞാൻ അതിനെ പുള്ളി ചെയ്യാം. അപ്പൊ പുള്ളി ചെയ്യാൻ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തരാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ടൈം ഔട്ടോ കഴിയും ഇതിപ്പോ. നിങ്ങൾ എൻഡ് ചെയ്തോളൂ കേട്ടോ. അടുത്ത ഓവർ ഞാൻ ചെയ്തുതരാം. അടുത്ത ഓവർ ഞാൻ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോ മീറ്റിംഗ് എൻഡ് ചെയ്യാണ് കേട്ടോ. കാരണം 10:19 ആയി, 20ക്ക് കഴിയില്ലേ.